2026 ഫിഫ വേൾഡ് കപ്പ് പോർച്ചുഗലിന് ഒരു സാധാരണ ടൂർണമെന്റ് മാത്രമല്ല, അത് ഒരു കാലഘട്ടത്തിന്റെ അവസാന അധ്യായമാണ്. കാരണം ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ പേരുകളിലൊന്നായ ക്രിസ്ത്യാനോ റൊണാൾഡോ 2006 മുതൽ തുടർച്ചയായി വേൾഡ് കപ്പുകളിൽ കളിച്ച ഒരു താരത്തിന്റെ യാത്ര 2026-ൽ അവസാനിച്ചാൽ അതൊരു ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫാർവെൽ മൊമെന്റ്സിലൊന്നായിരിക്കും. റൊണാൾഡോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് എന്ന വാക്ക് തന്നെ ഈ ടൂർണമെന്റിന്റെ ഇമോഷണൽ സെന്ററായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഫുട്ബോൾ ഫാൻസിന്റെയും ഒരു ഫേവറേറ്റ് വേൾഡ് കപ്പായി മാറിയിരിക്കുകയാണ് 2026-ലെ ഈ വരാനിരിക്കുന്ന വേൾഡ് കപ്പ്. പോർച്ചുഗലുള്ള ഗ്രൂപ്പ് നോക്കിയാൽ പേപ്പറിൽ ബാലൻസ്ഡ് ആണ്. കൊളംബിയ പോലൊരു സൗത്ത് അമേരിക്കൻ പവർ ഹൗസ്, ഉസ്ബെക്കിസ്ഥാൻ പോലൊരു അൺപ്രഡിക്റ്റബിൾ ഏഷ്യൻ സൈഡ്, കൂടെ ഒരു പ്ലേ ഓഫ് ടീമും. ഇതൊന്നും ഈസി ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. കൊളംബിയ ഫിസിക്കൽ ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. ബിഗ് ടൂർണമെന്റ് എക്സ്പീരിയൻസും ഉണ്ട്. ഉസ്ബെക്കിസ്ഥാൻ ആകട്ടെ പേസ് ഹങ്കറുമാണ്. വേൾഡ് കപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു ടീമിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഓരോ ടീമും സർപ്രൈസ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന് ഗ്രൂപ്പ് സ്റ്റേജിൽ ഫുൾ ഫോക്കസ് ആവശ്യമുണ്ട്. റൊണാൾഡോയുടെ റോള് 2026-ൽ മാറിയേക്കാം. ഹി മേ നോട്ട് പ്ലേ എവറി മിനിറ്റ്, ബട്ട് ബിഗ് മൊമെന്റ്സിൽ ഹി ക്യാൻ സ്റ്റിൽ ഡിസൈഡ് ഗെയിംസ്. സെറ്റ് പീസസ്, ബോക്സ് പ്രസൻസ്, ലീഡർഷിപ്പ് ഇതെല്ലാം പ്രൈസ്ലെസ് ആണ്. പോർച്ചുഗൽ ഇനി റൊണാൾഡോ ടീം അല്ല, ടീം വിത്ത് റൊണാൾഡോയാണ്. ദാറ്റ് ബാലൻസ് ഈസ് കീ. പോർച്ചുഗലിന്റെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് നോക്കൌട്ട് സ്റ്റേജിൽ കൺസിസ്റ്റൻസിയാണ്. ടാലന്റ് എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ പ്രഷർ മൊമെന്റ്സിൽ എക്സ്ക്യൂഷൻ കുറവായിരുന്നു. പോർച്ചുഗൽ ഫാൻസ് റിതം എയർലി. They can go the deep into the tournament. A semi-final run is realistic, but final, that depends on how they handle big teams. ഈ ലോകകപ്പ് പോർച്ചുഗലിന്റെ വിജയം മാത്രമല്ല, വികാരങ്ങളുടെ അവസാന പരീക്ഷണമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് ഫുട്ബോൾ ചരിത്രത്തിൽ ഇനി ഒരിക്കലും മായാത്ത ഒരു അധ്യായമാണ്. 2026 വേൾഡ് കപ്പ് അദ്ദേഹത്തിന്റെ അവസാന വേൾഡ് കപ്പ് ആയാൽ ലോക ഫുട്ബോൾ ഒരുപാട് കണ്ണീരും കയ്യടിയും ഒരുമിച്ച് കാണും. കപ്പുയർത്താൻ കഴിഞ്ഞാൽ അത് ഫുട്ബോളിലെ ഏറ്റവും വലിയ കഥകളിലൊന്നായിരിക്കും. ഈ ലോകകപ്പിൽ പോർച്ചുഗൽ എന്ത് നേടും എന്നതിലുപരി റൊണാൾഡോ എങ്ങനെ ഓർമ്മിക്കപ്പെടും എന്നതാണ് ലോകം കാത്തിരിക്കുന്നത്. കഴിയാതിരുന്നാലും ഒരു ഇതിഹാസം തന്റെ അവസാന യാത്ര പൂർത്തിയാക്കുന്ന നിമിഷമായിരിക്കും അത്. കാരണം ചില കളിക്കാർ കപ്പുകൾ കൊണ്ടല്ല, അവർ സൃഷ്ടിച്ച സ്വപ്നങ്ങളിലാണ് ചരിത്രമാകും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, നമുക്ക് പ്രാർത്ഥിക്കാം റൊണാൾഡോ ഈ വർഷം കപ്പെടുക്കട്ടെ. അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോൾ മത്സരം ഞങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്കായി കാത്തിരിക്കട്ടെ. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ 2026 വേൾഡ് കപ്പ്.